കണ്ണകി എന്ന സ്ത്രീയാണ് ലോകപ്രശസ്തമായ ആറ്റുകാൽ ദേവിയായിട്ട് മാറിയതെന്ന സ്റ്റോറി നിങ്ങൾക്കറിയാമോ? പുരാണകാലത്ത് തമിഴ്നാട്ടിലെ തുറമുഖ നഗരമായ പൂമ്പുഹാറിലാണ് പാർവതി ദേവിയുടെ അവതാരമായ കണ്ണകി ജനിച്ചത്. അവൾ ധനികനായ കോവലനെ വിവാഹം ചെയ്ത് സന്തോഷത്തോടെ ജീവിക്കുകയായിരുന്നു. പിന്നീട് മാധവി എന്ന നർത്തകിയുടെ സൗന്ദര്യത്തിൽ മയങ്ങിയ കോവലൻ അവളോടൊപ്പം താമസം തുടങ്ങി. അവന്റെ സമ്പത്തെല്ലാം തന്നെ മാധവിക്ക് വേണ്ടി ചിലവാക്കി. അതിനുശേഷം ദരിദ്രനായ കോവലൻ പശ്ചാത്താപത്തോടെ കണ്ണകിയുടെ അടുത്തേക്കെത്തി. അവൾ അവനെ മാപ്പ് നൽകി സ്വീകരിച്ചു. ജീവിക്കാൻ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് വിലമതിപ്പുള്ള രത്നം പതിച്ച ഒരു ചിലമ്പ് കണ്ണകി അവന് നൽകി. അത് വിറ്റ് പുതിയ ജീവിതം തുടങ്ങാനായിട്ട് അവർ മധുര നഗരത്തിലെത്തി. കോവലൻ ചിലമ്പ് വിൽക്കാൻ പോയ സമയത്താണ് മധുര രാജ്ഞിയുടെ ചിലമ്പ് മോഷണം പോയത്. കോവലൻ അത് മോഷ്ടിച്ചതാണെന്ന് വിചാരിച്ച് കാര്യങ്ങൾ അന്വേഷിക്കാതെ പാണ്ഡ്യരാജാവ് അവന് വധശിക്ഷ നടപ്പിലാക്കി. തന്റെ ഭർത്താവ് മരിച്ചെന്നറിഞ്ഞ കണ്ണകി അതീവ കോപത്തോടെ രാജ്യസഭയിലെത്തിയിട്ട് തന്റെ കയ്യിലുള്ള രണ്ടാമത്തെ ചിലമ്പ് കാണിച്ചിട്ട് കോവലന്റെ നിരപരാധിത്വം തെളിയിച്ചു. അതീവ കോപയായ കണ്ണകി മധുരയെ ശപിച്ചു. അതിനുശേഷം മധുര കത്തിയെരിഞ്ഞു. പിന്നീട് മധുര മീനാക്ഷി ദേവി അഭ്യർത്ഥിച്ചപ്പോഴാണ് കണ്ണകി ശാന്തയായത്. അതിനുശേഷം അവിടെ നിന്ന് യാത്രയായ കണ്ണകി ഒരു മനോഹരമായ നദിക്കരയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു വൃദ്ധന്റെ മുന്നിൽ ഒരു കുട്ടിയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. അവളൊരു സാധാരണ പെൺകുട്ടി അല്ല എന്ന് മനസ്സിലാക്കി ആ ഒരു വൃദ്ധനാണെങ്കിൽ അവളെ വീട്ടിലേക്ക് ഭക്ഷണത്തിനായി ക്ഷണിച്ചു. വീട്ടിലെത്തി അയാൾ ഭക്ഷണം കൊണ്ടുവന്നപ്പോഴേക്കും അവൾ അപ്രത്യക്ഷയായി. അന്ന് രാത്രി ആ വൃദ്ധന്റെ സ്വപ്നത്തിലാണെങ്കിൽ ആദിപരാശക്തി പ്രത്യക്ഷപ്പെട്ടിട്ട് തനിക്ക് വേണ്ടി ഒരു വാസസ്ഥലം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. പിന്നീട് അയാൾ ഒരു ക്ഷേത്രം നിർമ്മിച്ചു. അതാണ് ഇന്നത്തെ ലോക പ്രശസ്തമായിട്ടുള്ള ആറ്റുകാൽ ദേവി ക്ഷേത്രം. ഫ്രണ്ട്സ്, ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്.